കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു സാധ്യതയുമില്ലാത്തപ്പോഴാണെങ്കിൽ പോലും വലിയ ശക്തമായ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സമയബന്ധിതമായി തന്നെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു മാതൃക സൃഷ്ടിക്കലായി അവർ അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിലും ഈ ചോദ്യം CPM-നോട് ചോദിക്കും. അത് CPM-നെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിലേക്കാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു എങ്കിൽ അത് ഉത്തരം പറയേണ്ടത് സർക്കാരാണ്, അന്വേഷണ ഏജൻസികളാണ് എന്നതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. തങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു, എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുന്നില്ല? VD സതീശൻ ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്, പെൺകുട്ടി പരാതി നൽകുമ്പോൾ തന്നെ പരാതി നൽകാൻ വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു പരാതി വരുന്നുണ്ട് എന്ന കാര്യം സർക്കാരിന് അറിയാമായിരുന്നു. അങ്ങനെ ബോധ്യമുള്ള സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ സാഹചര്യം എങ്ങനെ ഉണ്ടാക്കി എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് 8ാം ദിവസമാണ്. ഒരു പരാതി ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അന്വേഷണ സംഘം ഈ 8 ദിവസം ഒരു പരാതി കയ്യിൽ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് പോലും നീങ്ങിയിട്ടില്ല എന്നൊരു സാഹചര്യം. മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ടിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു, ഇപ്പോഴും ഒരു അറസ്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അന്വേഷണ സംഘം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഇവിടെ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഉണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. ഈ സാഹചര്യങ്ങളിൽ ഇനി എന്ത് സംഭവിക്കുമെന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കൊപ്പം TG സജിത്ത് കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇതുവരെ ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല. അറസ്റ്റ് വൈകുന്നെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം ആണ് CPM ഈ വിഷയം സജീവമാക്കി നിർത്തുന്നത് എന്നതാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. ഇനി ഈ വിഷയത്തെ ഇതുപോലെ CPM-ന് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ? കോൺഗ്രസ് പാർട്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നടപടികൾ ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇനി ഒരു അറസ്റ്റ് വൈകുന്നെങ്കിൽ അത് രാഷ്ട്രീയമായി ബാധിക്കാൻ പോകുന്നത് ആരെയാണ്? രേണുക, പ്രസക്തമാണ് ആ വിഷയം. അതായത് ഇനി അറസ്റ്റ് വൈകിയാൽ സ്വാഭാവികമായും സംസ്ഥാന പോലീസ് ഉത്തരവാദിത്തം പറയേണ്ടി വരും. കാരണം ഇതുവരെ അറസ്റ്റ് ചെയ്യാതിരുന്നതിന് ചില കാരണങ്ങൾ നിരത്താം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണനയിലാണ്. ഇപ്പോൾ എന്തായാലും ഹർജിയിൽ തീരുമാനം വന്നിരിക്കുന്നു. ഇനി ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അതുവരെയും കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും പോലീസിന് ഉത്തരം പറയേണ്ടി വരും. പോലീസ് എന്തായാലും രാഹുലിനെ കണ്ടെത്തേണ്ടി വരും. സംസ്ഥാനത്തെ സുസജ്ജമായ വലിയൊരു പോലീസ് സേനയ്ക്ക് ഒരു MLA ഒളിവിൽ പോയിട്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അതുകൊണ്ട് പോലീസിനും ഇത് ഇനിയുള്ളത് അഭിമാന നിമിഷങ്ങളാണ്. ആ മണിക്കൂറുകളിൽ ഒരു നിർണായക നീക്കം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പോലീസിന്റെ റഡാറിൽ രാഹുൽ ഉണ്ട് എന്നതാണ് രാവിലെയൊക്കെ പുറത്തു വന്ന വാർത്ത. അത് ശരിയെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ രാഹുൽ കീഴടങ്ങേണ്ടി വരും. എന്തായാലും രാഹുലിന്റെ കീഴടങ്ങൽ ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് പോലീസ് വീഴ്ചയായി തന്നെ വ്യാഖ്യാനിക്കും. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പരാമർശിച്ചു പോകുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നു, പോലീസ് ബോധപൂർവമായി അറസ്റ്റ് ചെയ്യാത്തതാണ്. അതായത് കോൺഗ്രസിലെ മറ്റ് ശബ്ദങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വാക്കാണിത്. കാരണം പോലീസിൻ്റെ പരാജയമാണ് അറസ്റ്റ് ചെയ്യാത്തതിന് കാരണം എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ VD സതീശൻ പറയുന്നത് അത് പോലീസിൻ്റെ ബോധപൂർവമായ നീക്കമാണ്. കാരണം ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ പോലീസ് ബോധപൂർവമായി അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കുന്നതാണ്. അതായത് രാഹുൽ ഒളിവിൽ എന്ന ചർച്ചകൾ നിലനിൽക്കുന്നു, പോലീസ് സെർച്ചിങ് നടക്കുന്നു, പോലീസിനെ കബളിപ്പിച്ചു കഴിയുന്നു, അങ്ങനെ ബോധപൂർവമായൊരു തന്ത്രം പയറ്റുന്നു എന്നതാണ് രമേശ് ചെന്നിത്തല VD സതീശൻ അതിനകത്ത് കാണുന്ന രാഷ്ട്രീയം. ഒരുപക്ഷെ അത് രാഷ്ട്രീയ ആക്ഷേപമല്ല എന്ന് തെളിയിക്കപ്പെടാനെങ്കിലും പോലീസിന് രാഹുലിനെ കണ്ടെത്തേണ്ടി വരും, അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഒപ്പം രാഹുലിന് ഒളിവിൽ ആരൊക്കെ സഹായം ചെയ്തു എന്ന കണ്ടെത്തൽ കൂടി ഒരുപക്ഷെ പോലീസ് കടക്കാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയെങ്കിൽ നാളെ മുതൽ വരാൻ പോകുന്ന ഒരു വാർത്തയും അതുതന്നെയാണ്. കർണാടകയിൽ ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സഹായങ്ങൾ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ചെയ്തു. ഇതൊരു ആക്ഷേപമാണ്. ആക്ഷേപത്തിനപ്പുറം അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് തെളിയിക്കുക കൂടി വേണ്ടിവരും. എന്തായാലും രേണുക സൂചിപ്പിച്ചതുപോലെ ഇനി അറസ്റ്റ് വൈകിയാൽ അത് പോലീസിന്റെ വീഴ്ചയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. കാരണം മറ്റു തടസ്സങ്ങളൊന്നും നിലവിലില്ല. തീർച്ചയായും അതിനൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ. പക്ഷേ കോൺഗ്രസ് ടിക്കറ്റിൽ പാലക്കാട് മത്സരിച്ച് പാലക്കാട് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി MLA സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നു. ഈ ചോദ്യം ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന കാര്യമാണ് അവർ പറയുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് അടൂർ പ്രകാശും സണ്ണി ജോസഫും മറ്റ് നേതാക്കളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്.
എന്നുള്ളതാണ്. ആ ഒരു ധാർമ്മികത രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുമോ ഇല്ലയോ എന്നതാണ് നമുക്കറിയേണ്ടത്. ടി ജി സജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ തൊലിക്കട്ടി എത്ര വലുതാണ് എന്നത് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ലൈംഗിക പീഡന പരാതി വന്നതിന് ശേഷം അത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ ഹൂ കേസ് എന്ന് ഇളിഭ്യനായി ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കണ്ടതാണ്. അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതുന്നതെങ്കിലും ഇളിഭ്യനാണ് എന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ പ്രയോഗിച്ചതാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ വിഷയം വരുമ്പോഴും പാർട്ടിയുടെ വിലക്ക് പോലും ലംഘിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിച്ച് മാധ്യമപ്രവർത്തനം പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ പാർട്ടി വിലക്കിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ സജീവമാകുന്നു, പാർട്ടിയെ വരുതിക്ക് നിർത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. കാലുകുത്തി ആകുമെങ്കിൽ താൻ വോട്ട് പിടിക്കുമെന്ന പഞ്ച് ഡയലോഗ് അടിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയും തൊലിക്കട്ടിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ MLA സ്ഥാനം സ്വമേധയാ രാജിവെക്കുമോ? അങ്ങനെ നമുക്ക് കരുതാമോ? അങ്ങനെ കരുതണോ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും രാഹുലിൻ്റെ ഇപ്പോഴത്തെ മനോനില അനുസരിച്ചിരിക്കും. എന്തായാലും രേണുക, നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി നടത്താം. പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹായിയും, അതായത് മുഖ്യ സഹായിയും ഒപ്പം തന്നെ ഡ്രൈവറും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് എന്ന വിവരം. ഇവർ പോലീസിന് നൽകിയ ആദ്യ മൊഴി അനുസരിച്ച് രാഹുൽ എവിടെ എന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഇവരുടെ സഹായത്തിലില്ലാതെയാണ് ഇപ്പോൾ ഒളിവിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ എവിടെയെന്ന ചോദ്യം കൂടിയുണ്ട്. ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോലീസിന് ഇനിയുള്ള നിമിഷങ്ങൾ അവരുടെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള നീക്കത്തിലേക്ക് അവർ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് സജിത്ത് കൈമാറിയത്. ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലായ വിവരം ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ, അതുപോലെ KPCCയെ അടക്കി ആക്ഷേപിച്ച കുറെ പേരുണ്ട്. വെട്ടുക്കിളികൾ, അവന്മാർക്കും വെട്ട് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെട്ടുക്കിളികളുടെ ഇത്തരം നടപടികൾ ഇനി ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. കോൺഗ്രസിനൊരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവും നശിപ്പിച്ചുകൊണ്ട് ഈ വെട്ടുക്കിളികൾ കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം, ഇട്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ കോൺഗ്രസിന് വീണ്ടും വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വെട്ടുക്കിളികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ കൂടി നേതൃത്വം തയ്യാറാകണം. തയ്യാറായില്ലെങ്കിൽ നമുക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വില ഇനിയും കൊടുക്കേണ്ടി വരും. എന്തായാലും ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്. ഇന്നലെ തന്നെ രാജ്യസഭയിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാൻ എന്താ അദ്ദേഹം പറഞ്ഞത്? PM ശ്രീയിൽ ഒപ്പിടാൻ ഒരു പവർ ബ്രോക്കർ ഉണ്ടായിരുന്നു, ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നു. അപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണല്ലോ PM ശ്രീ. അത്